പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നലെ പി കെ ശശി അങ്ങയോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. വലിയ അതൃപ്തി ആ വേദിയിൽ തന്നെ അദ്ദേഹം അഴിമതിക്കെതിരായ അത്തരത്തിലൊരു അതൃപ്തിയൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നത് നമ്മൾ കണ്ടു. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പി കെ ശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? സാധ്യത കാണുന്നുണ്ടോ എന്ന് പറയാൻ ഞാനൊരു അസ്ട്രോളജർ അല്ലെങ്കിലും രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം CPM പാലക്കാട് ജില്ലയിൽ വലിയ ആഭ്യന്തര കലാപം രൂപപ്പെട്ടു വരികയാണ്. പലപ്പോഴും അത് മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. പി കെ ശശി മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒരുപാട് ലീഡർഷിപ്പിലുള്ളവർ അസംതൃപ്തരാണ്. ജില്ലയിലെ CPM നേതൃത്വത്തിനെതിരായും സംസ്ഥാന CPM വഴിവിട്ട പോക്കിനെതിരായും അതിശക്തമായ വിമർശനം ലീഡർഷിപ്പ് തൊട്ട് താഴെ തട്ട് വരെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം അതറിയുന്നു, പലരുമായി ബന്ധപ്പെടുന്നു, പല ചർച്ചകൾ നടക്കുന്നു. സമീപ ഭാവിയിൽ CPM വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ, അതായത് പി കെ ശശി ജില്ലയിലെ തന്നെ ഒരു പവർ ലീഡർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു തരം താഴ്ത്തി പാർട്ടി മെമ്പറാക്കി മാത്രം ചുരുക്കിയിരുത്തിയിരിക്കുന്നു. അതിൻ്റെ അതൃപ്തി അദ്ദേഹത്തിൽ ഉണ്ട് താനും. അത് പരമാവധി മുതലെടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഏതെങ്കിലും തരത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടോ? നിങ്ങൾ പി കെ ശശിയുടെ പേര് മാത്രം പറയുന്നതിൽ ഒരു അജണ്ട ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കണ്ണിൽ പി കെ ശശിയെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരെ പല കാരണം പറഞ്ഞും പല ആരോപണം ഉന്നയിച്ചും വെട്ടി നിരത്തിയ കഴിഞ്ഞ ഏതാനും മാസത്തെ പൊതുവായ കാര്യങ്ങൾ വിലയിരുത്തും മനസ്സിലാകും. മുതിർന്ന ഒരുപാട് നേതാക്കന്മാർ അസംതൃപ്തരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവൈകല്യങ്ങൾക്ക് എതിരായിട്ടാണ് അവരുടെ നിലപാട്. വ്യക്തിപരമായ താല്പര്യമില്ല. പല സ്ഥാനത്ത് ഇരുന്നവരാണ്, പല പദവിയിലും അവർ ദീർഘകാലം പാർട്ടിയെയും സമൂഹത്തെയും സേവിച്ചവരാണ്. അവരെല്ലാവരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ CPM വഴിവിട്ട പോക്ക്, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം പാർട്ടി ഫോറത്തിലും പുറത്തും ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ കുറച്ച് രൂക്ഷമായിട്ട് പാലക്കാടുണ്ട്. ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നേതാക്കൾ? ഞാൻ എല്ലാവരോടും സൗഹൃദമുള്ള ആളാണ്. സൗഹൃദം മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. തീർച്ചയായിട്ടും സൗഹൃദത്തിനിടയിൽ രാഷ്ട്രീയം കൂടെ സംസാരിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും സൗഹൃദം എന്ന് പറഞ്ഞാൽ സുഖമാണോ ഭക്ഷണം കഴിച്ചൊന്നും മാത്രമല്ല. ഇന്നലെ ഉണ്ടായത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനമാണ്. സ്വാഭാവികമായിട്ടും വികസന കാര്യങ്ങളിൽ എല്ലാവരും യോജിക്കണം. അത് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും വെള്ള ഷർട്ട് ഇട്ടതുകൊണ്ടല്ല എന്ന് ഞാൻ സ്ഥാപിച്ചാണ്. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തൂവെള്ള ഡ്രസ്സ് എല്ലാവരും ഉപയോഗിക്കണമെന്നല്ല, വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിക്കണമെന്നാണ്. അതിനെ അവിടെ ഉള്ളവരെല്ലാവരും ഹർഷാരവത്തോടു കൂടിയാണ് കൈയടിച്ച് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ആ ആശയമാണ് ഞാൻ മുറുകെ പിടിച്ചത്. ഈ വെളുപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്ക്, നന്മയുടെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം പി കെ ശശിക്കുമെന്ന് തന്നെയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടിയിലേക്ക് അതൃപ്തിയുള്ള ആളുകളെ ഞങ്ങൾ വളരെ സുതാര്യമായിട്ട് ക്ഷണിക്കാറുണ്ട്. തലേദിവസം രാത്രി കാലുമാറ്റി കൂറുമാറ്റി കച്ചവടം നടത്തുന്ന പരിപാടി കോൺഗ്രസിനില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും, അത് വളരെ വിശദമായിട്ട് ആലോചിക്കും. അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വമാണ്. ശശിക്ക് കോൺഗ്രസിൽ വരാൻ ഒരു വിലക്കൊന്നുമില്ലല്ലോ അല്ലേ? യാതൊരു വിലക്കുമില്ലല്ലോ. ഇപ്പോൾ ഒരു പാർട്ടിയിൽ കുറേ വർഷം പ്രവർത്തിച്ച ഒരാൾ, അദ്ദേഹം ജനപ്രതിയാക്കിയത് ആ പാർട്ടി, ഇപ്പോൾ KTDC ചെയർപേഴ്സൺ ആക്കിയ ആ പാർട്ടി, അദ്ദേഹം ആ പാർട്ടിയിലെ ആഭ്യന്തര വഴക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യക്കുറവിൻ്റെ പേരിലോ പുറത്തു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താണ് ഒരു അതൃപ്തിയുള്ളത്, വിലക്കുള്ളത്? അത്തരത്തിൽ CPM വിട്ടുവരുന്ന ആരെയും സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. മറ്റൊരു ചോദ്യം, പി കെ ശശി മാറ്റി നിർത്തി കഴിഞ്ഞാൽ തൃത്താലയിൽ നിന്നും ഇന്നലെ കേട്ട CV ബാലചന്ദ്രൻ്റെ ഒരു വിമത സ്വരമാണ്, ഒരു വിമർശന സ്വരമാണ്. കോൺഗ്രസിൽ എല്ലാറ്റിനും സ്പേസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും VT ബൽറാം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് അഹംഭാവമാണെന്ന തരത്തിലുള്ള പരാമർശം പാർട്ടി വേദിയിലാണെങ്കിലും അത് ശരിയായ നിലപാടാണോ? അല്ലത് പാർട്ടി വേദിയിൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഏതോ സ്വകാര്യ സംഭാഷണത്തിൽ സംസാരിച്ചതാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് ഇപ്പോൾ എന്നെക്കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ചോ ജനറൽ സെക്രട്ടറിയെ കുറിച്ചോ KPC പ്രസിഡന്റിനെ കുറിച്ചൊക്കെ വിമർശനം ഉണ്ടാകാറുണ്ട്. അങ്ങനൊരു വിമർശനം കേട്ടതുകൊണ്ട് ഞങ്ങളുടെ ആശയം ഇല്ലാതാകില്ല. സ്വാഭാവികമായിട്ടും വിമർശിക്കാനുള്ള സ്പേസ് പാർട്ടിക്കകത്തുണ്ട്. അതാണ് മറ്റ് പാർട്ടികളിൽ നിന്നും കോൺഗ്രസിന് വ്യത്യസ്തമാക്കും. പറഞ്ഞാൽ തെറ്റില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇരിക്കുന്ന സമയത്ത് ഒരു യോഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കുടുംബ സംഗമത്തിലാണ്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. പക്ഷേ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആരും വിമർശനത്തിന് അതീതരല്ല. ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും വിമർശനമുണ്ട്. ശശി തരൂർ വിമർശനത്തിന് അതീതനാണോ? അദ്ദേഹം പാർട്ടിക്ക് അതീതനല്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവും.
അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. മാത്രമല്ല അതൊന്നും പൊതുസമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഊലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിലുള്ള പ്രചരണമാണ്, അഹംഭാവമാണ്, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം അദ്ദേഹം MLA ആയിട്ട് ജയിച്ചതല്ലേ, ജനങ്ങൾ അംഗീകരിച്ചതല്ലേ. അപ്പം അതൊക്കെ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടാകാം. ഇത് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഞാൻ MP ആയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് വിമർശനമുണ്ട്. ആ വിമർശിക്കാനുള്ള പ്ലാറ്റ്ഫോം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ട്. CPM-ൽ അതല്ല. ആരെങ്കിലും വിമർശിച്ചാൽ അവൻ പാർട്ടിക്ക് പുറത്താണ്. അതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. അല്ലേ, PK ശശി പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു വെച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര വഴക്ക് അധികാര വടംവലിയുടെ ഭാഗമായിട്ടും വികലമായ നയങ്ങൾക്കെതിരായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടും ആശയപരമായിട്ട് വളരെ ശക്തമായ ഭിന്നതയുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ മുതലെടുക്കും. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. തീർച്ചയായും അതാണ് ശ്രീകണ്ഠന് പറയാനുള്ളത്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.